തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് തന്നെ ഉപശാല വൃത്തങ്ങളിൽ ഒരു സംസാരമുണ്ട്. അതെന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടി UDF തിരിച്ചു വരും. സ്വാഭാവികമാണല്ലോ, കാരണം LDFിനെതിരായിട്ടുള്ള വിപരീത വികാരം വളരെ ശക്തമാണ്. അപ്പോൾ UDF അധികാരത്തിൽ തിരിച്ചു വന്നാൽ MLA മാരിൽ നല്ലൊരു ഭാഗത്തെയും സ്വാധീനിക്കുന്നത് AICC ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആയിരിക്കുന്ന KC വേണുഗോപാലായിരിക്കും. KC വേണുഗോപാലിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെച്ചിരുന്നു. അതായത് ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന സജീവ് ജോസഫ്, ഇരിക്കൂറിൻ്റെ പ്രത്യേകത അവിടെ കോൺഗ്രസ്സുകാർ മാത്രമേ ജയിക്കുള്ളൂ, കുടിയേറ്റ മേഖലയാണ്. സജീവ് ജോസഫ് രാജിവെക്കുന്നു, ആ സ്ഥാനത്ത് വേണുഗോപാൽ മത്സരിക്കുന്നു, അദ്ദേഹം MLA ആവുന്നു, മുഖ്യമന്ത്രി ആവുന്നു. ആദ്യം മുഖ്യമന്ത്രിയായിട്ട് പിന്നെ MLA ആയാൽ മതി, ആൻ്റണി പണ്ട് ചെയ്ത പോലെ. ആൻ്റണി കഴക്കൂട്ടത്ത് മത്സരിച്ച് ആദ്യം മുഖ്യമന്ത്രി ആവുന്നു, അത് കഴിഞ്ഞ് പിന്നീട് തിരൂരങ്ങാടിയിൽ നിന്ന് ജയിച്ച് രണ്ടാമതും മുഖ്യമന്ത്രി ആവും. 2 പ്രാവശ്യവും അങ്ങനെയാണ് ചെയ്തത്. നായനാരും അതുപോലെ ചെയ്തിട്ടുണ്ട്, തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തിരക്കഥ നേരത്തെ തൊട്ടിട്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വലിയൊരു വിവാദം ഓർക്കല്ലേ, MP മാർ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ MP മാർ മത്സരിക്കാൻ വെച്ചാൽ ഈ മത്സരിക്കുന്ന ആളുകളൊക്കെ രാജ്യം നന്നാൻ വേണ്ടിയിട്ടല്ല മത്സരിക്കുന്നത്. അടൂർ പ്രകാശിന് മത്സരിക്കണം, കൊടിക്കുന്നിൽ സുരേഷിന് മത്സരിക്കണം, ആൻ്റണിക്ക് മത്സരിക്കണം, D കുര്യാക്കോസ് മത്സരിക്കാൻ വിരോധമില്ല, നിർബന്ധിക്കണം. അതുപോലെ എനിക്കൂടെ ബെന്നി ബെഹനാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഒഴിച്ച് ബാക്കി എല്ലാവരും മത്സരിക്കാൻ തയ്യാറ്.